ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ നമ്മുടെ BR റാങ്കിലെ കുറച്ച് ഹൈഡ് ആൻഡ് പ്ലേസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ നമ്മൾ സെറ്റ് ചെയ്യാൻ ഞാൻ ഇടുന്ന വീഡിയോസുകളുടെ ലൈവ് ടൈമിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അതിൽ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്പോട്ടിൽ നമുക്കൊരു ടെലിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ നേരെ ഈ നമ്മുടെ ഫാക്ടറി ഈ ഒരു ഭാഗത്ത് വന്ന് ഞാൻ നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ തന്നെ നിങ്ങൾ വന്ന് കറക്റ്റായിട്ട് ഇതേപോലെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലോട്ട് അടിപൊളി തന്നെ എത്താൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മേലെ കയറിയിരിക്കണം നിങ്ങൾക്ക് നല്ല രീതിയിൽ കില്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. മീൻസ് താഴത്ത് കൂടുതൽ എല്ലാ എനിമീസിനും കാണാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ല് കാര്യങ്ങളൊക്കെ എടുത്ത് റാങ്ക് കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കിട്ടുള്ള സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്വാഡായിട്ടോ സോളോ ആയിട്ടോ എങ്ങനെ വേണിച്ചാൽ ഈ ഒരു സ്പോട്ടിൽ ഒന്ന് ഇരിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത സ്പോട്ടോടെ നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്പോട്ട് ഞാൻ മുന്നത്തൊക്കെ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മ CS റാങ്കിലും വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം, അതുപോലെ തന്നെ BR റാങ്കിൽ ഉപയോഗിക്കാൻ അറിയാമെന്ന് എല്ലാവർക്കും വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കയറിയ പോലെ നിങ്ങൾ കണ്ടെയ്നറിൻ്റെ മേലെ കൂടെ ചവിട്ടി കയറിയിട്ട് നേരെ അവിടെ നിന്ന് ജമ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ അടിപൊളിയായിട്ട് എത്താൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ കിടക്കടിക്ക് ഒരിക്കലും എനിമീസ് കാണത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന നല്ല രീതിയിൽ ഇല്ല കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടോട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് നമ്മൾ ഗ്ലൂ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ലോഞ്ച് ബേഡ് ഉണ്ടല്ലോ, ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് കയറുന്നിട്ട് അവിടെ കാണുന്ന ആ ഒരു സംഭവം കണ്ടതിൻ്റെ മേലോട്ട് കറക്റ്റ് ഞാൻ വെക്കുന്ന ഈ ഒരു പൊസിഷനിൽ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങളതൊന്ന് വിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ മേലെ പോയിട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കില്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു കിടിലെ സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഈ ചാനൽ സബ് ചെയ്തേക്കുക. അപ്പോൾ ഞാനേതായാലും ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മൾ അടുത്ത സ്പോട്ടോടെ നോക്കാം. അപ്പോൾ നമ്മുടെ നാലാമത്തെ സ്പോട്ടിൽ നമുക്ക് ആവശ്യമുള്ള വെറും ഒരു ഗ്ലൂ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഞായിട്ട പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ഗ്ലൂ ഇട്ട് ജസ്റ്റ് നിങ്ങളെ സ്കോപ്പുള്ള ഗണ്ണ ഏതൊരു ഗണ്ണാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ പിടിച്ച് മെല്ലെ ജോസ്റ്റിക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നീക്കി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലോട്ട് അടിപൊളിയായിട്ട് എത്താൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മേലെ ഇരുന്നിട്ട് പിന്നെ കൂടുതലായിട്ട് പറയണ്ടല്ലോ, എനിമീസ് ഒരിക്കലും കാണത്തില്ല, ശ്രദ്ധിക്കത്തില്ല. ഗ്ലൂകളൊക്കെ അടിച്ച് പൊട്ടിക്കുകയാണെങ്കിൽ ഒരിക്കലും കാണാത്തൊരു സ്പോട്ട് കൂടെയാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ നാലാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പോട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ നമുക്ക് നേരെ അടുത്ത സ്പോട്ടോടെ നോക്കാം. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ സ്പോട്ടിൽ നമുക്ക് ആവശ്യമുള്ള ഒന്നും ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് റൂട്ട് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ ഒരു മാപ്പിൻ്റെ അവസാനം മീൻസ് ഒരു ദ്വീപിൻ്റെ ഒരു ഭാഗത്ത് കൂടെ ഇതേപോലെ ഞാൻ പോകുന്ന ഈ ഒരു പൊസിഷനിൽ കൂടെ മീൻസ് ഈ ഒരു ഭാഗത്ത് കൂടെ നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്ന് ഇരിക്കുകയാണ്, നിങ്ങൾ ഒരിക്കലും എനിമീസ് കാണത്തില്ല, ഇങ്ങോട്ടൊന്നും ഒരിക്കലും എനിമീസ് വരത്തില്ല. ഈ ഗ്രാൻഡ് മാസ്റ്ററൊക്കെ പുഷുന്ന പ്ലേസ് ഏറ്റവും കൂടുതൽ ഇവിടേക്ക് വേണ്ടിയിട്ടാണ് സർവൈവ് കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇതാണ് നമ്മൾ അവസാനത്തെ സ്പോട്ട് എന്ന് പറയുന്നത്, മീൻസ് അഞ്ചാമത്തെ ഐറ്റം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര ഉള്ളൂ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്.